സ്വലാത്ത് ഉറക്കെ പറയണം. സ്വലാത്ത് നമ്മൾ ഉറക്കെ പറയണം. എന്റെ സഹോദരന്മാരെ, അള്ളാന്റെ ഹബീബ് നമ്മോട് പറയുന്നുണ്ട്, നോമ്പെന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങളാണ്. കേവലം ആമാശയത്തിന്റെ നിയന്ത്രണമല്ല, ദേഹം മുഴുവൻ പങ്കാളിയാവേണ്ട നിയന്ത്രണമാണ്. മനസ്സ് പങ്കാളിയാവേണ്ട നിയന്ത്രണമാണ്. ആത്മാവ് പങ്കാളിയാവേണ്ട നിയന്ത്രണമാണ്. കണ്ണ് പങ്കാളിയാവേണ്ട നിയന്ത്രണമാണ്. അതേ, നമ്മുടെ നാവ് പങ്കാളിയാവേണ്ട നിയന്ത്രണമാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു ശീലമുണ്ട്. യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ സ്വഹാബികളെ കൂടെ കൊണ്ടുപോകും. അതിൽ ചില സ്വഹാബികൾക്ക് പോകാൻ വാഹനമുണ്ടാവുകയില്ല, അവർക്ക് പണമുണ്ടാവുകയില്ല. അപ്പോൾ പിന്നെ അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പ്രയാസം വരും. ഹബീബായ നബി തങ്ങൾ അവിടെ ചെയ്യുന്ന ഒരു ട്രിക്കുണ്ട്. സമ്പന്നരായ സ്വഹാബികളെ വിളിക്കും, സ്വഹാബാ ഇങ്ങോട്ട് നോക്ക്. ഹബീബായ നബി തങ്ങൾ പറയും, സ്വഹാബാ. സമ്പന്നരായ സ്വഹാബികളെ വിളിച്ചുകൊണ്ട് പറയും നബി തങ്ങൾ, സ്വഹാബാ, യുദ്ധത്തിന് പോരാൻ വാഹനമില്ലാത്ത പാവപ്പെട്ടവനുണ്ട്, യുദ്ധത്തിന് പോരാൻ പണമില്ലാത്ത പാവപ്പെട്ടവനുണ്ട്. അവരെ നീ കൊണ്ടുപോകണം, അവന്റെ ചെലവ് നീ വഹിക്കണം. പക്ഷേ നിനക്ക് ആവശ്യമായ ഭക്ഷണം സമയമാകുമ്പോ അവനുണ്ടാക്കി തരും, അവൻ ഭക്ഷണം പാകം ചെയ്തു തരും. എന്റെ മെസ്സ് കൈകാര്യം ചെയ്യാൻ, എന്റെ ഫുഡും സൗകര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ആ പാവപ്പെട്ട സ്വഹാബിയെ നീ കൂടെ കൂട്ടണം. ഹബീബായ നബി തങ്ങൾ പറയും, സമ്പന്നരായ സ്വഹാബികൾ ഏറ്റെടുക്കും, പാവങ്ങൾ അവർ ഏറ്റെടുത്ത് കൊണ്ടുപോകും. ആ കൂട്ടത്തില് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി, പറയണേ, ബഹുമാനപ്പെട്ട സയ്യിദുനാ സൽമാനുൽ ഫാരിസി സാരപ്പെട്ടയാളല്ല. സൽമാനും സൽമാൻ എന്റെ കുടുംബത്തിൽപ്പെട്ടയാളാണെന്ന് മുഹമ്മദ് മുസ്തഫ. സൽമാൻ ഒരിക്കലും നബി കുടുംബത്തിൽപ്പെട്ടയാളല്ല. സൽമാൻ പേർഷ്യക്കാരനാണ്, ഇറാനിയനാണ്. സൽമാനുൽ ഫാരിസി അവരുള്ളത് ഇറാഖിലാണ്. ഈ വിനീതം കണ്ടിട്ടുണ്ട്. ഇറാഖിൽ സൽമാൻ പാക്കി എന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് സൽമാൻ ഫാരിസിയുടെ മഖ്ബറയുള്ളത്. അവിടെയാണ് ഹുദൈഫത്ത് ബിൻ യമാന്റെ മഖ്ബറയുള്ളത്. അവിടെയാണ് അബ്ദുല്ലാഹ് ഇബ്നു ജാബിറിന്റെ മഖ്ബറയുള്ളത്. വലിയ മസാറാണ്, വലിയ മഖാമാണ്. ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല പാവമാണ്, പട്ടിണി കിടന്ന് ജീവിച്ച മനുഷ്യനാണ്, വെളുത്ത് ചുവന്ന മനുഷ്യനാണ്, സുന്ദരനായ മനുഷ്യനാണ്, ചുവന്ന തുടുത്തയാളാ, പക്ഷേ ഫഖീറാണ്. ഹബീബായ നബി തങ്ങൾ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ഹബീബായ നബി തങ്ങൾക്ക് മുഹമ്മദ് എന്ന പ്രവാചകന്റെ യുദ്ധം തൊഴിലായിരുന്നുവെന്ന് വിചാരിക്കരുത്. ചരിത്രത്തിന്റെ അനിവാര്യ ഘട്ടങ്ങളിൽ യുദ്ധവും ചെയ്തിട്ടുണ്ട്. 10-13 കൊല്ലക്കാലം മർദ്ദനങ്ങൾ സ്വന്തം തടിയിലും സ്വഹാബത്തിന്റെ മേനിയിലും ഏറ്റുവാങ്ങിയ ശേഷമാണ് പ്രതിരോധിക്കാൻ തുടങ്ങിയത്. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് കഷ്ടപ്പെട്ട കഷ്ടപ്പാടിന്റെ പരിധിയില്ലേ. ആ കൂട്ടത്തിൽപ്പെട്ടയാളാണ് സൽമാനുൽ ഫാരിസി. ഹബീബായ നബി തങ്ങൾ സൽമാനോട് പറഞ്ഞു, വാ യുദ്ധത്തിന് പോകണ്ടേ. സൽമാൻ പറഞ്ഞു, പണമില്ലല്ലോ നബിയെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സാരമില്ല, സമ്പന്നരായ 2 സ്വഹാബികളെ കണ്ടെത്തി റസൂലുള്ളാഹ്. എന്നിട്ട് പറഞ്ഞു, സൽമാനെ നിങ്ങൾ നോക്കണം, സൽമാൻ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരാം, നിങ്ങളെ ഭക്ഷണം സൽമാൻ നോക്കിക്കൊള്ളും, നിങ്ങളെ അടുക്കള സൽമാൻ കൈകാര്യം ചെയ്തുകൊള്ളും, നിങ്ങൾ സൽമാനെ കൊണ്ടുപോകണം. സ്വഹാബികൾ സൽമാനെ കൊണ്ടുപോയി. ഒരു ദിവസം യുദ്ധം കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന സ്വഹാബികൾക്ക് ഫുഡുണ്ടാക്കാൻ സൽമാൻ മറന്നുപോയി. സൽമാൻ ഉറങ്ങിപ്പോയി. ഹബീബായ നബി തങ്ങളെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് സൽമാൻ. ഹബീബിന്റെ ഇഷ്ടപ്രകാരം കൊണ്ടുവന്നതാണ് സൽമാനിന്. പക്ഷേ ഫുഡുണ്ടാക്കാൻ മറന്നു, ഉറങ്ങിപ്പോയി സൽമാൻ. ക്ഷീണിച്ച് കയറി വരുന്ന തന്റെ പ്രിയപ്പെട്ട സ്വഹാബികൾക്ക്, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഭക്ഷണം ചോദിക്കുമ്പോ സൽമാൻ പറഞ്ഞു, ഉറങ്ങിപ്പോയല്ലോ. പെട്ടെന്ന്
ഉണ്ടാക്കി തരാം. അവർ പറഞ്ഞു സമയമില്ല, വിശന്നിട്ട് വയ്യ. റസൂലുള്ളാഹിന്റെ കൂടാരത്തിലേക്ക് ചെല്ലും. റസൂലുള്ളാഹിന്റെ അടുത്ത് ഭക്ഷണം ബാക്കി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹബീബിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു സൽമാൻ. ഓടിച്ചെന്നപ്പോ ഹബീബിനോട് ചോദിച്ചു, നബിയെ ഭക്ഷണം ബാക്കിയുണ്ടോ? ഞങ്ങൾ പറഞ്ഞു സാധ്യതയില്ല. ഉസാമയോട് ചോദിക്കും. ഉസാമയാണ് എന്റെ ഭക്ഷണം നോക്കുന്നത്. ഉസാമത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഉസാമയോട് ചോദിച്ചു, ഭക്ഷണമുണ്ടോ? ഉസാമ പറഞ്ഞു, ഭക്ഷണം ബാക്കിയില്ലല്ലോ. ഓടിച്ചെന്നുകൊണ്ട് സൽമാൻ ഈ കൂട്ടുകാരോട് പറഞ്ഞു, കൂട്ടരെ, റസൂലുള്ളാഹിന്റെ ടെന്റിൽ ഭക്ഷണമില്ലേ? ബാക്കില്ല. ആ സമയത്ത് ഈ രണ്ട് കൂട്ടുകാരും തമ്മിൽ പറഞ്ഞു ഭക്ഷണമൊക്കെ അവിടെ ഉണ്ടാവും. ഈ ചങ്ങാതി വേണ്ട പോലെ ചോദിച്ചിട്ടുണ്ടാവില്ല. മനസ്സിലായില്ല? അങ്ങനെ പറയൂലേ? നമ്മളൊരു കാര്യത്തിന് ഒരാളെ അടുത്തേക്ക് നമ്മൾ ഒരാളെ പറഞ്ഞു, ആ കാര്യം സാധിക്കാതെ അയാൾ തിരിച്ചു വന്നു. അപ്പൊ നമ്മൾ പറയുന്നത് സാധനമൊക്കെ അവിടെ ഉണ്ടാവും. വേണ്ട പോലെ ഇവൻ എന്ത് ചെയ്തില്ല, ചോദിക്കേണ്ട പോലെ ചോദിച്ചിട്ടുണ്ടാവില്ല, കൊടുത്തിട്ടുണ്ടാവില്ല, ഒന്നുകിൽ അങ്ങനെ പറയില്ല. അല്ലെ തിരിച്ചു പറയുന്നത് ഉണ്ടാകും, കൊടുത്തിട്ടുണ്ടാവില്ല. ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഭക്ഷണമൊക്കെ അവിടെ ഉണ്ടാവും, അയാൾ കൊടുത്തിട്ടുണ്ടാവില്ല. അല്ലെ മറ്റേ പറഞ്ഞു, ഭക്ഷണം ചിലപ്പോൾ ഉണ്ടാവാമില്ലാതിരിക്കാം, ഇവൻ വേണ്ട പോലെ ചോദിച്ചിട്ടുണ്ടാവില്ല. രണ്ടുപേരും മാത്രം പറഞ്ഞു. സമയം കഴിഞ്ഞു. ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചില്ല. അതിന്റെ മുമ്പ് രണ്ടുപേരും ഹബീബായ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് ശ്രദ്ധിക്കണേ. ഹബീബിന്റെ മുമ്പിലേക്ക് ചെന്നു. ഹബീബ് അവരെ കണ്ടപ്പോ തന്നെ ചോദിച്ചു, ആ രണ്ടാളുകളെ, ഭക്ഷണം കഴിക്കാൻ കിട്ടാത്ത രണ്ടാളുകളില്ലേ, അവര് നബിയുടെ അടുത്തേക്ക് ചെന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഇറച്ചി തിന്ന് വരികയാണല്ലേ? എന്ത് പറഞ്ഞു? മന്ദലത്തൂരുകാരെ എന്ത് പറഞ്ഞു? നിങ്ങളെ ഇറച്ചി തിന്ന് വരില്ലേ? അവർ പറഞ്ഞു, നബിയേ, ദോഷം പറയരുത് നബിയെ, ചങ്കിക്കുത്തുന്ന വർത്താനം പറയരുതേ, വിശന്നിട്ട് ഇറങ്ങിയതാ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഒരുത്തിന് ഏൽപ്പിച്ചിരുന്നു, അവൻ ഫുഡ് ഉണ്ടാക്കിയതുമില്ല, എന്തുണ്ടോ എന്ന് നോക്കി ഇറങ്ങിയതാ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും മാംസം കഴിച്ചിട്ടുണ്ട്, നിങ്ങളെ വായിൽ മാംസത്തിന്റെ അടയാളം കാണുന്നുണ്ടല്ലോ. നബിയോട് അവർ പറഞ്ഞു, എന്താ അങ്ങ് പറയുന്നത്? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അകൽതുമാ ലഹ്മ ഉസാമ വസൽമാൻ, നിങ്ങൾ ഉസാമത്ത് ബിൻ സൈദിന്റെയും സൽമാൻ ഫാരിസിയുടെയും പച്ചമാംസം കഴിച്ചു വരികയല്ലയോ? അപ്പോഴാണ് ആയത്തിറങ്ങിയത്, യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബൂ കസീറൻ മിനൽ-ളൻനി ഇന്ന ബഅദൽ-ളൻനി ഇസ്മ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ ഫകരിഹ്തുമൂ. തോന്നലുകൾ നിങ്ങൾ മാറ്റിവെക്കണേ. മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യ തോന്നലുകൾ ഉണ്ടാവരുതേ. ഒരാളെ കുറിച്ച് ഇഷ്ടമില്ലാത്തത് പറയരുതേ. ഇഷ്ടമില്ലാത്തത് വിചാരിക്കുക പോലും അരുതേ. നോമ്പെന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വേണ്ടാത്തത് പറയാത്ത നോമ്പ്, വേണ്ടാത്തിടത്തേക്ക് നോക്കാത്ത നോമ്പ്, വേണ്ടാത്തത് കേൾക്കാത്ത നോമ്പ്, വേണ്ടാത്തത് ചിന്തിക്കാത്ത നോമ്പ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇങ്ങനെ നോമ്പെടുത്തെങ്കിലേ നോമ്പിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയൂ. എന്താ നോമ്പിന്റെ ലക്ഷ്യം? നിങ്ങൾ ഉറങ്ങിയ നോമ്പിന്റെ ലക്ഷ്യം എന്തായിരുന്നു? തഖ്വാ ലഅല്ലകും തത്തഖൂൻ. തഖ്വയുള്ളവരായി തീരണ്ടേ നമുക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വേറെ കുഴപ്പമുണ്ട്, അതോടുകൂടെ വേറെ കുഴപ്പമുണ്ട്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ.
അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്ന് അമൽ തന്നെ സ്വീകരിക്കുകയുള്ളൂ. അമൽ സ്വീകരിക്കണമെങ്കിൽ ആദ്യം ആരാവണം? പറ ആരാവണം? എന്തൊരു കഷ്ടം. നിങ്ങൾ ഭാഷ മനസ്സിലാവണില്ലേ? ഭാഷ ക്ലിയർ അല്ലേ? ഞാൻ മലപ്പുറക്കാരനാണ്, പക്ഷേ ഭാഷ ഏകദേശം നിങ്ങളുടെ ഭാഷയൊക്കെ തന്നെ അല്ലേ? മനസ്സിലാവാത്ത കുഴപ്പമുണ്ടോ? ഒരായത്ത് ഞാൻ ലാസ്റ്റ് ഒരു ആയത്ത്, എന്താ ആയത്ത് അറിയോ? അള്ളാഹു സ്വീകരിക്കുക മുത്തഖീങ്ങളിൽ നിന്നും മാത്രമാണ്, തഖ്വയുള്ളവരിൽ നിന്നും മാത്രമേ പടച്ചോൻ സ്വീകരിക്കുള്ളൂ. നമ്മുടെ നോമ്പ് സ്വീകരിക്കണ്ടേ? നമ്മുടെ റമദാൻ സ്വീകരിക്കണ്ടേ? തറാവീഹ് സ്വീകരിക്കണ്ടേ? അത് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ ആരാവണം? മുത്തഖിയാവണം. ആരാണ് മുത്തഖി? മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബി ഖൽബിൻ മുനീബ്. ആരും കാണാത്തിടത്താണെങ്കിലും, ആരുടെയും ദൃഷ്ടി പതിയാത്ത ഏരിയയാണെങ്കിലും, ആരും കാണാനും കേൾക്കാനും ഇല്ലെങ്കിലും അല്ലാഹു എന്നെ കാണുന്നുണ്ട് എന്ന ചിന്തയോടുകൂടെ ജീവിക്കുന്നവനാണ് മുത്തഖി. അല്ലാഹുവേ, ഞങ്ങളെ നീ ആ കൂട്ടത്തിൽ പെടുത്തണേ റബ്ബേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ നോമ്പ്, തഖ്വ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും. അതനുസരിച്ച് കൊണ്ട് നോമ്പെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നോമ്പിന്റെ നിർബന്ധമായ കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ സൂചിപ്പിക്കാം. എന്താണ് നോമ്പിന്റെ നിർബന്ധമായ കാര്യങ്ങള്? നോമ്പ് ആർക്കാണ് നിർബന്ധം? ആർക്കാണ് നോമ്പ് നിർബന്ധം? പ്രായപൂർത്തിയും ബുദ്ധിയും നോമ്പെടുക്കാൻ ശേഷിയുമുള്ള, പ്രായപൂർത്തിയും ബുദ്ധിയും ഹൈദ് നിഫാസുകളെ തൊട്ട് ശുദ്ധിയുമുള്ള, നോമ്പെടുക്കാൻ ശേഷിയുള്ള എല്ലാ മുസ്ലിമിന്റെ മേലിലും റമദാൻ നോമ്പ് നിർബന്ധമാണ്. അപ്പോൾ അമുസ്ലിമിന് റമദാൻ നോമ്പ് നിർബന്ധമില്ല. കുട്ടിക്ക് റമദാൻ നോമ്പ് നിർബന്ധമില്ല. അതേപോലെ തന്നെ ഭ്രാന്തന് റമദാൻ നോമ്പ് നിർബന്ധമില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ നോമ്പെടുക്കാൻ ശേഷിയില്ലാത്ത ആളുകൾ, മാരകമായിരിക്കുന്ന രോഗങ്ങൾ, അതായത് ഭേദപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗങ്ങൾ, അത്തരം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവർ നോമ്പെടുക്കേണ്ടതില്ല. അവർക്ക് നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഒരു നോമ്പിന് ഒരു മുദ്ദ് എന്ന് പറയുന്ന അളവ് പറയാം. തൂക്കം, കറക്റ്റ് തൂക്കം പറയാൻ കഴിയില്ല, എന്നാലും ഏകദേശം ഒരു 3/4 കിലോ. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു 3/4 കിലോ. 1 കിലോ തന്നെ കൊടുത്താൽ ഉഷാറായി. ഒരു നോമ്പിന് ഏകദേശം ഒരു 3/4 600 മില്ലിയൊക്കെ വരുള്ളൂ. ചില അരി നോക്കുകയാണെങ്കിൽ 600 ഗ്രാം അല്ലെങ്കിൽ 700 ഗ്രാം, ചില അരികൾ 750 ഗ്രാം വരെ വരുന്നുണ്ട്. ഏതോ ഒരു അരി 800 ഗ്രാം വരുന്നുണ്ട് എന്ന് ആരോ ഒരാൾ അളന്ന് തൂക്കി നോക്കിയിട്ട് പറഞ്ഞൊരു ചാർട്ട് കണ്ടിരുന്നു. ഏതാണെങ്കിലും 1 കിലോന് 1 കിലോ അരി വെച്ച് കൊടുത്താൽ വൃത്തിയായി, പിന്നെ കുറയുന്ന പേടിയില്ല. ഒരു നോമ്പിന് ആ രൂപത്തിലൊരു മുദ്ദ് വീതം ആര് കൊടുക്കുക? വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ കൊണ്ട് നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകൾ, അതേപോലെ തന്നെ ഭേദമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾ, അത്തരം ആളുകൾ ഒരു മുദ്ദ് ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. ഭക്ഷണമല്ല, ഭക്ഷ്യധാന്യം കൊടുക്കേണ്ടത്. റമദാൻ നോമ്പിന് രാത്രിയിൽ നിയ്യത്ത് നിർബന്ധം. എന്താ നിയ്യത്ത്? ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ല. തറാവീഹ് കഴിഞ്ഞാൽ ഇമാം വെച്ച് തരും, ഇമാമ നിയ്യത്ത് വെച്ച് തരും. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒന്നുമില്ല, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതി. എന്ത്? നാളെ ഞാൻ റമദാൻ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി എടുക്കാൻ തീരുമാനിച്ചു. കരുതിയാൽ മതി. നവൈതു സൗമ ഗദിൻ അന്നദാഇ ഫർദി റമദാന ഹാദി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദായ ഫർദായ റമദാൻ മാസത്തിലെ നാളത്തെ നോമ്പിന് അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി. ഇതാണ് റമദാൻ നോമ്പിന്റെ നിയ്യത്ത്. രാത്രിയിൽ വെക്കൽ നിർബന്ധമാണ്. എല്ലാ ദിവസവും രാത്രി നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. ചില ആളുകൾ പറയാറുണ്ട്, റമദാൻ 1-ന്റെ അന്ന് ഒറ്റ നിയ്യത്ത്. ഞാൻ റമദാൻ 30 നോമ്പെടുക്കാനും കരുതിയിട്ടുണ്ട്, എന്നാൽ 30 നോമ്പിന് നിയ്യത്തുമായി എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ശാഫിഈ മദ്ഹബിൽ അങ്ങനെ ഒരു നിയ്യത്തില്ല.
നമ്മുടെ മതബിലാണ് നമ്മളെ ഷാഫിക്കാരല്ലേ, ഷാഫി മതബുകാരാണ് നമ്മളൊക്കെ. ഷാഫി മതബിൽ അങ്ങനെ ഒരു നിയമമില്ല. പിന്നെ ഷാഫി മതബിൽപ്പെട്ട ചില പണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നുണ്ട്. എങ്ങനെ അറിയുന്നത്? അതായത് റമദാൻ ആദ്യത്തെ രാത്രി, റമദാനിന്റെ ആദ്യ രാത്രി മാസം കണ്ടു എന്ന് നമുക്ക് വിവരം കിട്ടി. അന്ന് നമ്മൾ നിയ്യത്ത് വെക്കുമല്ലോ. ആ റമദാന്റെ ആദ്യ രാത്രി ഇങ്ങനെ നിയ്യത്ത് ചെയ്യുക. എങ്ങനെ? പറ റമദാൻ 30 ദിവസവും ഞാൻ പറ നോമ്പെടുക്കാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്യുക. എന്നാൽ ഏതെങ്കിലും ദിവസം നിയ്യത്ത് വെക്കാൻ വിട്ടുപോയാൽ ആ ദിവസത്തെ നിയ്യത്തിന് ബദലായിട്ട് ഈ നിയ്യത്ത് മതിയാകും എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. തിരിഞ്ഞോ? മസല മനസ്സിലായോ? ഈ മസല പറഞ്ഞ പെണ്ണുങ്ങൾ പിടിച്ചു പോകും. അതായത് ഓർക്കിതൊന്നുമല്ല കേൾക്കണ്ടത്. മനസ്സിലായില്ലേ പറഞ്ഞത്? അതായത് പറഞ്ഞ മനസ്സിലായോ? റമദാൻ 30 നോമ്പ് എടുക്കാൻ കരുതി എന്ന് റമദാൻ 1-ാമത്തെ ദിവസം കരുതിയാല് റമദാൻ 30 നോമ്പിന്റെ നിയ്യത്തായോ? ഇല്ല. എന്നാൽ ശാഫഈ മദ്ഹബിലെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ചില ഇമാമിങ്ങളുടെ അഭിപ്രായമുണ്ട്. എന്ത്? റമദാനിലെ 1-ാം ദിവസം ഇങ്ങനെ നിയ്യത്ത് ചെയ്യുക. എങ്ങനെ? ഈ റമദാനിലെ 30 ദിവസവും നോമ്പെടുക്കാൻ ഞാൻ കരുതി എന്ന് കരുതുക, നിയ്യത്ത് ചെയ്യുക. എന്നാൽ ഏതെങ്കിലും ദിവസം നിയ്യത്ത് വിട്ടുപോയാൽ അന്നത്തേക്ക് ഈ നിയ്യത്ത് മതിയാകും. മനസ്സിലായില്ലേ പറഞ്ഞത്? മനസ്സിലായില്ലേ? അതെല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാ ദിവസത്തിലും രാത്രിയിൽ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. പകൽ മുഴുവൻ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കൽ നിർബന്ധമാണ്. പകൽ മുഴുവൻ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് നമ്മൾ പിടിച്ചു നിൽക്കണം. നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഒന്ന് സംയോഗമാണ്. വളരെ ശ്രദ്ധിക്കണം. സംയോഗം ചെയ്ത നോമ്പ് ബാത്തിലാകും. നോമ്പെടുത്തിട്ട് സംയോഗം കൊണ്ട് നോമ്പ് ബാത്തിലാക്കിയാൽ കഫാറത്ത് കൊടുക്കേണ്ടി വരും. എന്താണ് കഫാറത്ത്? 2 മാസം തുടർച്ചയായി നോമ്പെടുക്കലാണ്. മനസ്സിലായില്ല? തിരിഞ്ഞോ? പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റമദാൻ നോമ്പ് എടുത്തു, എന്നിട്ട് ആ നോമ്പ് എന്തുകൊണ്ട് മുറിച്ചു? സംയോഗം ചെയ്തുകൊണ്ട് മുറിച്ചാൽ കഫാറ, പ്രായശ്ചിത്തം കൊടുക്കുന്നത്. എന്താ പ്രായശ്ചിത്തം? 2 മാസം തുടർച്ചയായി കണ്ടിന്യൂ ആയിട്ട് എടുക്കണം. 60 ദിവസം. ഇടയ്ക്കൊരു ദിവസം മുറിഞ്ഞ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് തൊട്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? സംയോഗം ചെയ്യുക. അതേപോലെ തന്നെ ശുക്ലം പുറപ്പെടുവിക്കുക, ഉണ്ടാക്കി ഛർദിക്കുക. എന്തെങ്കിലും ഒരു വസ്തു, തടിയുള്ള വസ്തു ഉള്ളിലേക്ക് പ്രവേശിക്കുക. കഫമാണെങ്കിലും ശരി, നമ്മുടെ മോണയിലെ രക്തമാണെങ്കിലും ശരി. ഇന്നലെ രാത്രി അത്താഴം കഴിച്ചപ്പോ നമ്മുടെ പല്ലിന്റെ ഇടയിൽ ബാക്കിയായ അവശേഷിച്ച ഭക്ഷണാവശിഷ്ടമാണെങ്കിലും ശരി, ഉള്ളിലേക്ക് എന്തെങ്കിലും കയറിയാൽ നോമ്പ് ബാത്തിലാകും. എങ്ങനെ? തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ. തുറക്കപ്പെട്ട ദ്വാരം എന്ന് പറഞ്ഞാൽ ഏതാ? മുക്ക്, വായ, കാത്, മുൻദ്വാരം, പിൻദ്വാരം. ഇതാണ്. കണ്ണതിൽ പെടൂല. കണ്ണ് തുറക്കപ്പെട്ട ദ്വാരം എന്ന് പറഞ്ഞതിൽ പെടുന്നില്ല. അപ്പൊ കണ്ണിൽ മരുന്നിട്ടിക്കാമോ? ഉച്ചിക്കാം. എന്തുകൊണ്ട്? കണ്ണ് തുറക്കപ്പെട്ട ദ്വാരം അല്ല. കാതിലോ? പറ്റൂല. മൂക്കിലിട്ടിക്കാമോ? പറ്റൂല. മനസ്സിലായില്ലേ പറയണത്? ആവി പിടിക്കാൻ പറ്റുമോ? അടുത്ത ചോദ്യം. ആവി പിടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ശരിക്കും പുക വലിച്ചു കയറ്റല്ലേ? മനസ്സിലായില്ലേ പറയണത്? എന്നാൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റുമോ? വിരോധമില്ല. എന്തുകൊണ്ട്? തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെയല്ല കയറുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വന്നു, കുഴപ്പമുണ്ടോ? ഇപ്പിടേണ്ടി വന്നു, കുഴപ്പമുണ്ടോ? ഇല്ല. നോമ്പ് മുറിയൂല. മനസ്സിലായില്ലേ പറയണത്? നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് ശ്രദ്ധിക്കണം. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. സംയോഗം ചെയ്യുക, ബീജം പുറപ്പെടുവിക്കുക, ഉണ്ടാക്കി ഛർദിക്കുക. അപ്പൊ അറിയാതെ ഛർദിച്ചു പോയി നോമ്പ് മുറിയോ? നിങ്ങൾ ശ്രദ്ധിക്കി. മന്ത്രിത്തൊരു കാര്യം ഇങ്ങോട്ട് ശ്രദ്ധിക്കി. അറിയാതെ ഛർദിച്ചു പോയി നോമ്പ് മുറിയോ? ഇല്ല. ഉണ്ടാക്കി ഛർദിച്ചാൽ നോമ്പ് മുറിയോ?
അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒന്ന്, തടിയുള്ള എന്തെങ്കിലും വസ്തു തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുക, നോമ്പ് മുറിയോ? അപ്പൊ ഒരു സംശയം പിന്നെ വിളിച്ചു ചോദിക്കും, ഉസ്താദേ കൈ മുറിഞ്ഞു, നോമ്പ് മുറിയോ? മനസ്സിലായില്ല. അടുക്കളയിലും മീൻ നന്നാക്കുകയാണ്, കൈയിന് കത്തി കൊണ്ടു, കൈ മുറിഞ്ഞു, നോമ്പ് മുറിയോ? നിങ്ങൾ ഹദീവസാൻ ഒന്ന് കാണാം, നിങ്ങൾ മൂപ്പർ എന്ന് കാണാം. ഇന്നൊരു അപൂർവ ജീവി ഞാനല്ലേ, ഇങ്ങോട്ട് മൂപ്പർ നാളെയും കാണാം, നാളെ പിന്നെ കാണാൻ കഴിയില്ല. ഇങ്ങോട്ട് നോക്കില്ല, കൈ മുറിഞ്ഞു, നോമ്പ് മുറിയോ? ഇല്ല, ഹനഫി മദ്ഹബിൽ മുറിയോ? അതാണ് ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നത്. കാരണം ഗൾഫിലൊക്കെ നിൽക്കുമ്പോ പലപ്പോഴും പട്ടാണികൾ ഉണ്ടാവും, കൈ മുറിഞ്ഞു പറഞ്ഞാൽ ഒരു നോമ്പ് മുറിഞ്ഞു എന്ന് പറയും. നമുക്കിത് മുറിയൂല. ശാഫിഈ മദ്ഹബ് അങ്ങനെയല്ല. പറയണത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നോമ്പിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഉച്ച കഴിഞ്ഞാൽ പിന്നെ അനാവശ്യമായി ബ്രഷ് ചെയ്യാൻ പാടില്ല, കറാത്താണ്. ഉച്ച കഴിഞ്ഞാൽ പിന്നെ അനാവശ്യമായി നമ്മൾ ഉറങ്ങി എണീറ്റ് വായാകെ നാറുന്നുണ്ട്, ബ്രഷ് ചെയ്തൂടെ? കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. അനാവശ്യമായി വെറുതെ പല്ലേക്ക് എപ്പോഴും സുന്നത്താ. പക്ഷെ നോമ്പിന് ഉച്ച കഴിഞ്ഞാൽ പിന്നെ പാടില്ല, അനാവശ്യമായിട്ട് പാടില്ല. അക്കാര്യം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാതെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ബ്രഷ് ചെയ്യാൻ പാടില്ല. വായിൽ എന്തെങ്കിലും രുചിക്കുക കറാത്താണ്. പെണ്ണുങ്ങൾക്കൊണ്ടൊരു പണി, തുറക്കാനുള്ള കറി ഉണ്ടാക്കുകയാണ്. ഒന്ന് നാമൽ വെച്ച് നോക്കും, ഉപ്പുണ്ടോ? എന്നിട്ട് തുപ്പിക്കളയും. കറാത്താണ്, മസാല കറാത്താണ്. വിഴുങ്ങുന്നില്ല എന്നാലും കറാത്താണ്. മനസ്സിലായില്ലേ പറയണത്? ജ്യൂസിന് മധുരണ്ടോ? നാവിന് രുചിച്ചു നോക്കിയ കറാത്താണ്. നോമ്പിന്റെ കൂലി കുറയും. കാര്യം ശ്രദ്ധിക്കുക. വായിൽ എന്തെങ്കിലും ഇട്ടുകൊണ്ട് ചവച്ചു നോക്കുക, കറാത്താണ്. അതേപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കുക. പ്രത്യേകം പറയണ്ട, പള്ളിയിലേക്ക് ഇറങ്ങുമ്പോ പെർഫ്യൂം അടിച്ച് ശീലിച്ചു. നമ്മൾ അങ്ങനെ ശീലിച്ചു പോയി. നോമ്പിനത് ഉപയോഗിക്കരുത്, കറാത്താണ്. സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ വെള്ളത്തിൽ മുങ്ങി കുളിക്കാൻ പാടില്ല. ഇനി മുങ്ങാതെ തന്നെ കുളിച്ചു. ഏതാ കുളി? നിർബന്ധമായ ജനാബത്ത് കുളിയല്ല, ജുമഴയുടെ സുന്നത്തായ കുളിയുമല്ല. സുന്നത്തായതോ ഫർളായതോ ആയ കുളിയല്ല. സാധാരണ നമ്മൾ കുളിക്കുന്ന കുളിയില്ല, തണുപ്പിക്കാൻ വേണ്ടിയുള്ള കുളി, അല്ലെ അഴുക്ക് നീക്കാൻ വേണ്ടിയുള്ള കുളി. മനസ്സിലായില്ലേ? സാധാരണ കുളിയാ. ഈ കുളി നമ്മൾ ശവർന്ന് കുളിക്കുകയാണെങ്കിലും ഏതെങ്കിലും ദ്വാരത്തിലൂടെ വെള്ളമുള്ളിലേക്ക് കയറിയാൽ നോമ്പ് മുറിയും. ശ്രദ്ധിക്കണം. ഞാൻ മുങ്ങാണ്ടല്ലേ കുളിച്ച ഉസ്താദേ എന്ന് പറഞ്ഞ കാര്യം ഉണ്ടാവില്ല. മുങ്ങാതെ കുളിച്ചാൽ മുറിയാത്ത നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞ കുളി ഏതാ? ഒന്നുകിൽ ഫർളായ കുളി അല്ലെങ്കിൽ സുന്നത്തായ കുളി. ഏതാ ഫർളായ കുളി? ഇന്നലെ രാത്രി സംയോഗം നടന്നു, അതിന്റെ ജനാബത്തിന്റെ കുളി പിറ്റേന്ന് പകലാ കുളിച്ചത്. പാടില്ല, നേരത്തെ കുളിക്കണം. ഈ പകലാ കുളിച്ചത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരാൾ പകൽ ഉറങ്ങി, നോമ്പുകാരനാ, പകൽ ഉറങ്ങിയപ്പോൾ അയാൾക്ക് സ്ഖലനമുണ്ടായി, നോമ്പ് മുറിയൂല. സ്വപ്നസ്ഖലനം മുറിയൂല, സ്ഖലിപ്പിച്ചെങ്കിലേ മുറിയുള്ളൂ. സ്ഖലനം ഉണ്ടായി, നോമ്പ് മുറിയൂല. കുളി നിർബന്ധാവും. ആ കുളി ആൾ കുളിച്ചു, അത് നിർബന്ധമായ കുളിയാണ്. അത് മുങ്ങാതെ കുളിച്ചു, വെള്ളമുള്ളിൽ കയറി, പ്രശ്നമില്ല, നോമ്പ് മുറിയുകയില്ല. അതേ സ്ഥാനത്ത് ഫർളോ സുന്നത്തോ അല്ലാത്ത കുളി, സുന്നത്തായ കുളി, ഇതുപോലെ ജുമയുടെ കുളി, വെള്ളിയാഴ്ച നമ്മൾ ജുമക്ക് വേണ്ടി കുളിക്കുമല്ലോ, സുന്നത്തായ കുളിയല്ലേ? ആ കുളി നമ്മൾ കുളിക്കുന്നു, മുങ്ങാതെ കുളിക്കുന്നു, ശവർന്ന് കുളിക്കുന്നു, അല്ലെങ്കിൽ ബക്കറ്റ് കൊണ്ട് കോരി ഒഴിച്ചുകൊണ്ട് കുളിക്കുന്നു. വെള്ളം അറിയാതെ ഉള്ളിൽ കയറി മുറിയുകയില്ല. ഫർളോ സുന്നത്തോ ആയ കുളികൾ, ആ കുളികൾ നമ്മൾ മുങ്ങാതെ കുളിക്കുമ്പോ നോമ്പ് ബാത്തിലാവുകയില്ല. ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇനി പ്രധാനപ്പെട്ട ചില സുന്നത്തുകളൊന്ന് പറയാം. നോമ്പിന്റെ പ്രധാനപ്പെട്ട ചില സുന്നത്തുകൾ. അത്താഴം കഴിക്കൽ നോമ്പിന്റെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതേപോലെ തന്നെ അത്താഴം പിന്തിപ്പിക്കൽ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഞാൻ പിന്നെ തറാവി കഴിഞ്ഞ് കഞ്ഞി കുടിച്ചിട്ട് കിടന്നാൽ പിന്നെ ഞാൻ സുബഹിക്ക് എഴുന്നേൽക്കുള്ളൂ, അത്താഴം ഞാൻ കേൾക്കാറില്ല എന്ന് വീമ്പ് പറയുന്ന ചില ആളുകൾ നമുക്കിടയിൽ കാണാൻ പറ്റും. അത് വീമ്പല്ല, അത് മണ്ടത്തരാ. നോമ്പിന് സുന്നത്താ കളഞ്ഞത്. സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കണം. അത്താഴം കഴിക്കൽ സുന്നത്താ.
അത്താഴം കഴിക്കണേ, അതിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അതേപോലെ തന്നെ നിർബന്ധമായ കുളികളും മറ്റുമുണ്ടെങ്കിൽ സുബഹിന്റെ മുമ്പ് കുളിക്കൽ സുന്നത്താണ്. അത്താഴ സമയത്ത് സുഗന്ധം പൂശൽ സുന്നത്താണ്. പകൽ സമയത്ത് സുഗന്ധം ഉപയോഗിക്കരുത്. പകൽ സമയത്ത് സുറുമയിടാൻ പാടില്ല. അതേപോലെ തന്നെ നോമ്പുകാരനായി കഴിഞ്ഞാൽ എല്ലാ തെറ്റുകളെ തൊട്ടും അവൻ മാറി നിൽക്കണം. ആരെങ്കിലും അയാളെ വന്നിട്ട് ചീത്ത വിളിച്ചാൽ പോലും അയാളോട് മറുപടി പറയാൻ പാടില്ല. എന്ത് പറയണമെന്നാ പറഞ്ഞത്? എനിക്ക് നോമ്പുണ്ട്. അത് അയാളോട് പറയണമെന്നല്ല, മനസ്സിൽ പറയണമെന്നാ. മനസ്സിലായില്ല? ചെറുപ്പത്തിലേക്ക് കേട്ട വഴതാ. എന്ത്? ആരെങ്കിലും നിന്നെ ചീത്ത പറഞ്ഞാൽ നീ പറയണം, ഞാൻ നോമ്പുകാരനാണ്. മോനോട് പറയാനില്ല, പിന്നെ മനസ്സ് സ്വന്തത്തോട് പറയാനാണ്. മോനോട് പറയാൻ കൂലി പോയി പോലെ അത് സ്വന്തത്തോട് പറയാ. എന്ത്? മുമ്പുകാരനാണ്, ഞാൻ അവനെ പോലെ പറയാൻ പാടില്ലെന്ന് മനസ്സിൽ പറയണം. അതേപോലെ തന്നെ അനുവദനീയമായ വൈകാരിക പ്രകടനങ്ങൾ പോലും ഒഴിവാക്കൽ സുന്നത്താണ്. ഭാര്യയുടെ അടുത്ത് ഭാര്യയെ ചുംബിക്കാൻ വിരോധമില്ല, പക്ഷെ ഒഴിവാക്കലാണ് സുന്നത്ത്. അതേപോലെ ഇഫ്താറു തിലാവത്തിൽ ഖുർആൻ പാരായണം അധികരിപ്പിക്കേണ്ടതാണ് നോമ്പെടുത്തു കഴിഞ്ഞാൽ. പിന്നെ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനിടെ നടന്നോട്ടെ അല്ലേ? മക്കളെ, ഒരാൾ നമ്മുടെ പരിപാടിയുടെ ചെലവ് അത് ഈ പരിപാടി കൊണ്ട് നടന്നു പോകണം. റമദാന്റെ മുന്നൊരുക്കം പറഞ്ഞൊരു കടത്തിടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഭീമമായ സംഖ്യ എല്ലാവരും വിട്ടുകൊടുക്കി. പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട്, ആണുങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. മാന്യമായി സഹകരിക്കുമെന്നറിയാം, എന്നാലും ഓർമ്മപ്പെടുത്തുകയാണ്. ഇവന്റെ പോലെ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. ഖുർആൻ പാരായണം അധികരിപ്പിക്കൽ സുന്നത്താണ്. ദാനധർമ്മം അധികരിപ്പിക്കൽ സുന്നത്താണ്. ദാനധർമ്മം അധികരിപ്പിക്കുക. എന്റെ റബ്ബേ, ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയൊരു സംഭവം. ഹബീബായ മുഹമ്മദ് മുസ്തഫ ഇവിടെ കണ്ട റമദാനായി കഴിഞ്ഞാൽ ഗേറ്റുമ്പിൽ ബോർഡ് വെക്കുന്ന പരിപാടി. യാചകർക്ക് പ്രവേശനമില്ല, ഇല്ലേ? ഇവിടെ ഇല്ല, പുരോഗതിപ്പെട്ടിട്ടില്ല എന്നർത്ഥം. അങ്ങനെ പറയാ. ചില പുരോഗതിപ്പെട്ടു എന്ന് സ്വയം അഭിമാനിക്കുന്ന വിഡ്ഢികൾ ചെയ്യുന്നൊരു പണിയുണ്ട്. റമദാനായ ബോർഡ് വെക്കുക, അത് യാചകർക്ക് പ്രവേശനമില്ല. യാചനയുടെ മറവിൽ പല തട്ടിപ്പുണ്ട്. ശരിയാ, സംശയമൊന്നുമില്ല. ഇന്നും ഒരു പർദ്ദയിട്ട പെണ്ണിനെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ജാഗ്രത പാലിക്കൽ അനിവാര്യമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എന്നാലോ ഹബീബിന്റെ ജീവിതം വളരെ കൃത്യമാണ്. സൂറത്തുൽ ദുഹയിൽ ഒരു ആയത്തുണ്ട്. അമ്മസ്സായില ഫലാ തൻഹർ. എന്തതിനർത്ഥം? യാചകനെ ഒരിക്കലും നീ വിരട്ടി ഓടിക്കരുത്. യാചകനെ ഒരിക്കലും നീ വിരട്ടി ഓടിക്കരുത്. റമദാനായി കഴിഞ്ഞ യാചകന്മാർ അധികരിക്കും. എന്താ ചെയ്യാ? നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തോ, വെറുതെ ആകൂല. ഹബീബായ മുഹമ്മദ് മുസ്തഫ പറയാൻ മറന്നുപോയി നിങ്ങള്. ഹബീബായ മുഹമ്മദ് മുസ്തഫ ഇടക്കൊന്ന് പറഞ്ഞോട്ടെ, ഒരു ഹദീസ് പറഞ്ഞോട്ടെ. മൂന്നാളുകൾക്ക് എന്റെ മുഖം കാണാൻ കഴിയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല സുഖം പറയാൻ, എല്ലാത്തിനും സന്തോഷം. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. പായസം വരുന്നത് അതും കുടിച്ചു മതി. എല്ലാം ഒന്നിനും കുറവില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഇങ്ങോട്ട് പറയാനുള്ളൂ. സമയം നമുക്ക് അധികം ഇല്ല.
ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, ലാ യറാ വജ്ഹി സലാത്ത്, മൂന്നാളുകൾക്ക് എന്റെ മുഖം കാണാൻ കഴിയില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണേ, മന്ദിരത്തുകാരെ ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് നോക്കണേ. ഞാനിപ്പോ എന്തേ പറഞ്ഞു? ഒരു ഹദീസിന്റെ തുടക്കം പറഞ്ഞു. ഞാൻ പറഞ്ഞു മൂന്നാളുകൾക്ക് എന്റെ മുഖം കാണാൻ കഴിയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ.